ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ ജബ്ബാർ മാഷിന്റെ ഈ ഇത്രയും ഖുർആൻ ക്ലാസ് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരാവുന്ന കേസേ ഉള്ളൂ. അദ്ദേഹം തയ്യാറാണ്, ഞാനും തയ്യാറാണ്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ ജബ്ബാർ മാഷിന്റെ ഈ ഇത്രയും ഖുർആൻ ക്ലാസ് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരാവുന്ന കേസേ ഉള്ളൂ. അദ്ദേഹം തയ്യാറാണ്, ഞാനും തയ്യാറാണ്. സംവാദവുമായി ബന്ധപ്പെട്ട ചില ബാക്ക്ഗ്രൗണ്ട് വർക്കുകളിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ലൈവ് നമ്മൾ 10:30 മാറ്റിയത്. എന്നിട്ടും വിചാരിച്ച സമയത്ത് എത്താൻ കഴിഞ്ഞില്ല. പിന്നെ അയ്യൂബ് മൗലവിയുടെ ആ ഒരു വെല്ലുവിളിയെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ ആ വെല്ലുവിളി ജബ്ബാർ മാഷ് സ്വീകരിക്കുകയും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാനും എഴുത്തുകുത്തുകൾ നടത്താനും എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിസാർ വിരിപ്പാക്കിൽ ഇന്നലെ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള മറുപടി തയ്യാറാക്കി കൊടുക്കുകയായിരുന്നു ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത്. അത് മറുപടി തയ്യാറാക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ആ മറുപടി തയ്യാറാക്കുന്ന സമയത്ത് നിസാർ വിരിപ്പാക്കലിൻ്റെ ഇന്നലത്തെ പോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ അയ്യൂബ് മൗലവി ആ വെല്ലുവിളിയുടെ ആവേശത്തിൽ നിന്നൊരല്പം പുറകോട്ട് പോയിട്ടുണ്ടോ എന്നൊരു സംശയം ജനിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മുൻപ് ഒരനുഭവം ഉള്ളതുകൊണ്ട് സംവാദത്തിലേക്ക് എത്തുന്നതിന് മുൻപ് വരെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക, അതിനെന്തൊക്കെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് പയറ്റുക എന്നൊക്കെ നല്ല അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ വളരെ കരുതലോടുകൂടി കഴിഞ്ഞ തവണത്തെ എ ജബ്ബാർ MM അക്ബർ സംവാദത്തിന് വേണ്ടി ചില കരുക്കൾ നീക്കാനുള്ള അവസരം ലഭിച്ചതും അതിൻ്റെ എക്സ്പീരിയൻസും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് സംവാദം നടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു വെല്ലുവിളി ഉയർത്തുക എന്നിട്ട് പിന്നെ മാറിയിരിക്കുക എന്നതിന് പകരം വെല്ലുവിളി ഉയർത്തിയ ആളെ സംവാദവേദിയിൽ എത്തിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല. ഒരാവേശത്തിന് അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന ആളുകളുടെ ആ ഒരു ഓളത്തിൽ സംവാദ വെല്ലുവിളി എന്ന രീതിയിലൊന്നും അല്ലാതെ പറഞ്ഞു പോയ ചില പ്രയോഗങ്ങളെ അൺമാസ്കിംഗ് അനോമലീസിൻ്റെ കുട്ടികൾ അവർ MM അക്ബർ എ ജബ്ബാർ അയ്യൂബ് മൗലവി സംവാദം ? പിന്നെ അത്ഭുത ചിഹ്നമൊക്കെ ഇട്ടിട്ട് പറത്തിവിട്ട് MM അക്ബർ അല്ലെങ്കിൽ MM അക്ബർ വരും, സംവാദം വരുമ്പോൾ കേട്ടോ, നമ്മുടെ അയ്യൂബ് മൗലവിയുടെ മുമ്പിൽ ജബ്ബാർ മാഷ് ഒന്നുമല്ല. അയ്യൂബ് മൗലവിയെ പോലെ ഇസ്ലാം വിമർശിച്ചിരുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു, അതുകൊണ്ട് ബാക്കിയുള്ള ഇസ്ലാം വിമർശകരൊക്കെ വെറും പിന്നെ പുഴുക്കളാണ് എന്ന് പ്രതീതി പരത്താനും അയ്യൂബ് മൗലവിയുടെ മുമ്പിൽ 1 മിനിറ്റോ 2 മിനിറ്റോ ചെന്നുപെട്ടാൽ തീർന്നു പോകാവുന്ന യുക്തിവാദമേ ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളൂ എന്ന് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാനും നടത്തിയിട്ടുള്ള കപട ശ്രമം. അതേസമയത്ത് നിസാർ വിരിപ്പാക്കിൽ ആ വീഡിയോ ക്ലിപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊരു സംവാദ വെല്ലുവിളിയാക്കി ഡെവലപ്പ് ചെയ്ത് ജബ്ബാർ മാഷെ വെല്ലുവിളിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇടുകയും അതിനെ തുടർന്ന് ജബ്ബാർ മാഷ് അത് ഏറ്റെടുക്കുകയും ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ നാൾ വഴികളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ നിസാർ വിരിപ്പാക്കലിൻ്റെ പോസ്റ്റിനുള്ള മറുപടി പോസ്റ്റ് ജബ്ബാർ മാഷ് എന്നെ ചുമതലപ്പെടുത്തിയതും അയ്യൂബ് മൗലവി നിസാറിനെ ചുമതലപ്പെടുത്തിയതിനു ശേഷം നിസാർ ഇട്ട പോസ്റ്റ്, അതിനുള്ള മറുപടിയായിട്ടുള്ള ജബ്ബാർ മാഷിൻ്റെ വീഡിയോയിൽ തുടർന്ന് നിസാർ വിരിപ്പാക്കൽ സംവാദവുമായി ബന്ധപ്പെട്ടിട്ട പോസ്റ്റിന് വളരെ കൃത്യവും വ്യക്തവും വടിവത്തതുമായ മറുപടി എൻ്റെ ഫേസ്ബുക്ക് പേജിലും നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ടും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പി ജബ്ബാർ മാഷ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. നിസാർ വിരിപ്പാക്കലിനെ ആ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ടാഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. അയ്യൂബ് മൗലവി എൻ്റെ ഫേസ്ബുക്ക് പേജ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ ടാഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നതുകൂടി ഇത്തരുണത്തിൽ അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സംവാദത്തിൻ്റെ ഇതുവരെയുള്ള നാൾ വഴികളും എന്തുകൊണ്ടാണ് അയ്യൂബ് മൗലവി വെല്ലുവിളിയിൽ നിന്ന് പിൻവലിയുകയാണോ എന്ന ഒരു സംശയം എനിക്കുണ്ടാവുന്നത് എന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഇതേതെങ്കിലും തരത്തിൽ അയ്യൂബ് മൗലവി സംവാദത്തിൽ നിന്ന് പിൻവാങ്ങിയെന്നോ പിൻവലിഞ്ഞു എന്നോ ഒന്നും പറയാനല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, സംവാദത്തിൽ നിന്ന് പിന്മാറുന്നോ എന്നല്ല, അയ്യൂബ് ഉയർത്തിയ വെല്ലുവിളിയിൽ നിന്ന് അയ്യൂബ് പിന്മാറുന്നോ
മറ്റൊരു വിഷയത്തിൽ സംവാദത്തിന് അയ്യൂബ് ശ്രമിക്കുന്നോ എന്ന ഒരു സംശയം ജനിപ്പിക്കുന്ന ചില ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് തീയതിയും സമയവും കുറിച്ച് കൃത്യമായി അതിൻ്റെ ഓർഡറിൽ, ക്രമത്തിൽ ആദ്യം സംഭവിച്ചത്, പിന്നെ സംഭവിച്ചത്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ റിയാക്ഷൻ എന്ന രീതിയിൽ ക്രമാനുഗതമായിട്ട് ഇതുവരെയുള്ള കാര്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയ ഒരു വീഡിയോ ആയിരിക്കും. ഇത് സംവാദവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ പറഞ്ഞ് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കേട്ടതുപോലെ, അയ്യൂബ് മൗലവി ജബ്ബാർ മാഷിയുടെ ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് 2 മിനിറ്റ് ഒരു ടേബിളിനപ്പുറം ഇപ്പുറം കിട്ടിക്കഴിഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കേസാണ് ജബ്ബാർ മാഷിയുടെ ഖുർആൻ വിമർശനം അല്ലെങ്കിൽ ജബ്ബാർ മാഷിയുടെ യുക്തിവാദം. അതുകൊണ്ട് അത്തരം ഒരു പരിശോധനയ്ക്ക് ജബ്ബാർ മാഷ് തയ്യാറാണെങ്കിൽ ജബ്ബാർ മാഷിയുടെ ഖുർആൻ ക്ലാസ് ഒന്നുമല്ല എന്നും അതിൻ്റെ പൊള്ളത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് പൊളിച്ചു കൊടുക്കാമെന്നും അത് തീർത്തു കൊടുക്കാം, അത് അവസാനിപ്പിക്കാം എന്നുള്ള അമിതമായ ആത്മവിശ്വാസമാണ്. അതിന് ജബ്ബാർ മാഷ് തയ്യാറുണ്ടെങ്കിൽ അറിയിക്ക്, നമ്മൾ തയ്യാറാണ് എന്ന ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അയ്യൂബ് മൗലവി നടത്തിയതായിട്ട് UA പുറത്തുവിട്ട ആ ഷോർട്ട് വീഡിയോയിൽ ഉള്ളത്. അതിന് മറപിടിച്ചിട്ടാണ് നമ്മുടെ നിസാർ വിരിപ്പാക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ നാൾ വഴികൾ പറയുകയാണ്. 8/8/2024 UA ടീം പുറത്തുവിട്ട ഒരു വീഡിയോ ക്ലിപ്പിൽ അയ്യൂബ് പറഞ്ഞ വാക്കുകൾ, അവർ ആ വീഡിയോ പബ്ലിഷ് ചെയ്തത് EA ജബ്ബാർ അയ്യൂബ് മൗലവി സംവാദം (?) ഇട്ടിട്ട് EA ജബ്ബാർ അയ്യൂബ് മൗലവി ഡിബേറ്റ് എന്ന ടൈറ്റിലിൽ തന്നെയാണ് ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഈ വീഡിയോയിൽ PM അയ്യൂബ് നടത്തിയ ജബ്ബാർ മാഷിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ ജബ്ബാർ മാഷിൻ്റെ ഇത്രയും കാലത്തെ ഖുർആൻ ക്ലാസ്സുകൾ ഒരു 2 മിനിറ്റ് കൊണ്ട് തീരാവുന്ന കേസേ ഉള്ളൂ, അദ്ദേഹം തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ് എന്ന പരാമർശത്തെ മുൻനിർത്തിയിട്ടാണ് അയ്യൂബ് മൗലവി ജബ്ബാർ മാഷിനെ വെല്ലുവിളിച്ചിരിക്കുന്നു എന്ന ഒരു പ്രചാരണം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നടക്കുകയും അയ്യൂബ് മൗലവി ഇതാ ജബ്ബാർ മാഷ മലർത്തിയടിക്കാൻ പോകുന്നു, അയ്യൂബ് മൗലവി ജബ്ബാർ മാഷ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുന്നു എന്നൊരു പ്രതീതി സോഷ്യൽ മീഡിയയിൽ ആകെ പ്രചരിപ്പിക്കുകയും ചെയ്ത്. അതായത് അയ്യൂബിൻ്റെ മുമ്പിൽ വന്നാൽ 2 മിനിറ്റ് കൊണ്ട് ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ് പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കും എന്ന ഒരു പ്രതീതി വിശ്വാസികൾക്കിടയിൽ പരത്താനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയത്. അതിന് ആ വീഡിയോ ക്ലിപ്പ് ഷെയർ ചെയ്തുകൊണ്ട് 9/8/2024 എന്ന് പറഞ്ഞാൽ 8-ാം തീയതി കിടന്നുറങ്ങുന്നതിന് മുൻപ് അർദ്ധരാത്രി 1:39 AM നിസാർ വിരിപ്പാക്കിൽ അതേ കമൻറ്റ് കോട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് എഴുതുന്നു. ഇതിലും ജബ്ബാർ മാഷിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ വെല്ലുവിളി പിന്നെയും ആവർത്തിച്ച് വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, കാര്യങ്ങൾ ഡെവലപ്മെൻ്റ് ഉണ്ടാവുമ്പോൾ വെല്ലുവിളിയുടെ ശബ്ദവും വിഷയവും എങ്ങനെയാണ് മാറുന്നത്, എന്തുകൊണ്ട് മാറുന്നു, ആ ഒരു കൃത്യമായ ഒരു മാറ്റം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജബ്ബാർ മാഷിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നേരിട്ടിരുന്ന് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ തീർക്കാവുന്ന യുക്തിവാദം മാത്രമാണ് ജബ്ബാർ മാഷിനുള്ളൂ എന്ന് അയ്യൂബ് മൗലവിയെ കോട്ട് ചെയ്തുകൊണ്ട് നിസാർ വിരിപ്പാക്കിൽ എഴുതുകയും ജബ്ബാർ മാഷ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്നതാണ് ആദ്യമായിട്ട് ജബ്ബാർ മാഷിന് നേരെയുള്ള ഒരു രണ്ടാമത്തെ, അയ്യൂബിൻ്റെ വീഡിയോ അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു വെല്ലുവിളിയായിട്ട് വരുന്നത്. ഇതിൻ്റെ ഡേറ്റും സമയവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, വെല്ലുവിളി വിഷയവും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇതിനെ തുടർന്ന് ഈ വെല്ലുവിളി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് നിസാർ വിരിപ്പാക്കിൽ എഴുതുകയും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ജബ്ബാർ മാഷ് ഒരിക്കലും ഈ സംവാദത്തിന് വരില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ചില ഭാവന കലർന്ന സ്വരത്തിൽ എഴുതുകയും അയ്യൂബ് മൗലവി ഇങ്ങനെ ഒരു സംവാദം നടന്നാൽ നേരിടാനിടയുള്ള സാഹചര്യങ്ങളെ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട്, അയ്യൂബ് എന്തുകൊണ്ട് ഇത്ര കാലം ഇസ്ലാമിനെ വിമർശിച്ച് നടന്നയാൾ ഇസ്ലാമിലേക്ക് എത്തിയപ്പോൾ അതിന് എന്ത് ഉത്തരം കിട്ടിയതുകൊണ്ടാണ് എത്തിയത് എന്ന ചോദ്യമൊന്നും ചോദിക്കാൻ പാടില്ല എന്ന ഒരു നിലപാടൊക്കെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ജബ്ബാർ മാഷെ അവഹേളിക്കാൻ വേണ്ടി കുറച്ചധികം പോയിന്റുകൾ എഴുതുകയും, ജബ്ബാർ മാഷ് എങ്ങാനും ഇനി സംവാദത്തിന് വന്നാൽ, അതായത് ജബ്ബാർ മാഷ് സംവാദത്തിന് വരാതിരിക്കാനുള്ള പരമാവധി ശ്രമം നടത്തും, ജബ്ബാർ മാഷ് അദ്ദേഹത്തിൻ്റെ അടിമകളെ വെച്ചിട്ട് പലതും ചെയ്യും,
ജബ്ബാർ മാഷ് ഛർദ്ദിക്കുന്നത് വാരി തിന്നുന്ന ആളുകൾ അത് കൊണ്ടു നടക്കും എന്നൊക്കെ യാതൊരു തരത്തിലുള്ള മാന്യതയും റെസ്പെക്റ്റും ഇല്ലാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിസാർ വിരിപ്പാക്കിൽ പബ്ലിക്കായിട്ട് എഴുതിയ ഒരു പോസ്റ്റ് അത് വരുന്നത് 9-ാം തീയതി, അതായത് 8-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞിട്ട് 9-ാം തീയതി തുടങ്ങുമ്പോൾ 1:39 AM ആ ഒരു പോസ്റ്റും ആ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് നിസാർ വിരിപ്പാക്കിൽ എഴുതുന്നത്. എന്നാൽ ആ പോസ്റ്റിന് മറുപടി ആയിക്കൊണ്ട് ജബ്ബാർ മാഷ് 9/8/2024 എന്ന് പറഞ്ഞാൽ അതേ ദിവസം വൈകുന്നേരം 7:36 അയ്യൂബ് മൗലവിയുടെ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ വിശദമായിട്ട് പറയും എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുന്നു. അതിൻ്റെ സമയം ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. അന്ന് അത് കഴിഞ്ഞ് 8 മണിയോടുകൂടി തന്നെ എന്നെ ഏൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജബ്ബാർ മാഷ് അയ്യൂബ് മൗലവിയുടെ ആ 2 മിനിറ്റ് ചലഞ്ച് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2 മിനിറ്റ് കൊണ്ട് പപ്പടം പൊടിച്ചു തരാം എന്ന് ഇതുവരെയും വിഷയത്തിൽ ഉദ്ധരിച്ച ആ 2 മിനിറ്റ് പപ്പടം പൊടിക്കുന്ന ഏർപ്പാടിന് വെല്ലുവിളിച്ചുകൊണ്ടുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ആ വീഡിയോയിൽ അതിനുള്ള കമൻ്റായിട്ടും മറ്റു പ്രതികരണങ്ങളുമായിട്ടൊക്കെ വന്നത് ഈ 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്, ശരിക്കും 2 മിനിറ്റ് അല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്, ജബ്ബാർ മാഷിൻ്റെ ഖുർആൻ ക്ലാസ്സുകളൊക്കെ മൊത്തത്തിൽ പൊളിച്ചു കൊടുക്കാൻ 2 മിനിറ്റ് പോരാ, അതിന് കുറച്ചും കൂടി അധികം സമയം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവർ 2 മിനിറ്റ് ചോദിച്ചത് 5 മിനിറ്റ് വരെ തരാം എന്ന് പറഞ്ഞത് അവർ 2 മിനിറ്റ് ആലങ്കാരികമാണ്, നമ്മളും ആലങ്കാരികമായിട്ട് പറഞ്ഞത്, അല്ലാതെ 2 മിനിറ്റ് 5 മിനിറ്റിന് ആരെങ്കിലും പരിപാടി സംഘടിപ്പിക്കുമോ? അപ്പോൾ അതുകൊണ്ട് അത്രയും കുറഞ്ഞ സമയം കൊണ്ട് കഴിയും എന്നാണ് അവരുദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റു ചില ന്യായീകരണ പരിപാടികളൊക്കെ കണ്ടു. അപ്പോൾ അതിനെ തുടർന്ന് ജബ്ബാർ മാഷ് അന്ന് വൈകുന്നേരത്ത് ഈ 2 മിനിറ്റ് വീഡിയോ ചലഞ്ച് നമ്മൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ അയ്യൂബ് മൗലവി നമ്മൾ 7:30-ക്കും 8 മണിക്കും പോസ്റ്റും വീഡിയോയുമായിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പം അതിന് മറുപടിയായിട്ട് അയ്യൂബ് മൗലവി തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നും ആ വെല്ലുവിളി അതുപോലെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നു. തൊണ്ട സുഖമില്ല കേട്ടോ, അതുകൊണ്ട് ഇടയ്ക്ക് ചുമ വന്നാൽ ക്ഷമിക്കണം. പക്ഷെ ആ പോസ്റ്റിനകത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പിന്മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹം ആ വെല്ലുവിളിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട്, അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നതിൻ്റെ ചില സൂചനകൾ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടു. അതാണ് ഞാനിപ്പോൾ നിങ്ങളെ സ്ലൈഡിൽ കാണിക്കുന്നത്. വെല്ലുവിളി എന്ന രീതിയിൽ അദ്ദേഹം ആവർത്തിച്ചെഴുതിയ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കൂ. ജബ്ബാർ മാഷിന് സത്യസന്ധതയുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഒന്നിരുന്നാൽ 2 മിനിറ്റ് കൊണ്ട് എന്ന വാദം, ആ വീരവാദം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അയ്യൂബ് മൗലവി പിൻവലിച്ചു. 2 മിനിറ്റ് എന്നോ കുറഞ്ഞ സമയമോ ഒന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. മേശയ്ക്ക് ചുറ്റും കിട്ടിയാൽ മാഷിൻ്റെ ഖുർആൻ വിമർശനങ്ങളൊക്കെ തീരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ജബ്ബാർ മാഷ് സംവാദത്തിന് തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. നോക്കൂ, ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അയ്യൂബ് മൗലവി 2 മിനിറ്റ് എന്നും കുറഞ്ഞ സമയം എന്നുള്ള കാര്യങ്ങളൊക്കെ വിട്ടു. പക്ഷേ ജബ്ബാർ മാഷ് അതിന് കൃത്യമായ മറുപടി എഴുതി അല്ലെങ്കിൽ വീഡിയോ ചെയ്തു. 2 മിനിറ്റ് കൊണ്ട് എന്ന് പറഞ്ഞത് അമിതാവേശത്തിലോ അല്ലെങ്കിൽ ആലങ്കാരികമായിട്ടോ അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന UA കുട്ടികൾ ഉണ്ടാക്കിയ ഒരു ഓളത്തിലോ ഒരു താളത്തിലോ ഒക്കെ പറഞ്ഞു പോയതായിരിക്കാം. 2 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞത് കുറച്ച് സമയം കിട്ടിയാൽ എന്നായിരിക്കാം ഉദ്ദേശിക്കുന്നത്. അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അയ്യൂബിന് ആവശ്യമുള്ള അത്ര സമയം എടുത്തുകൊണ്ട് അയ്യൂബ് മൗലവി വെല്ലുവിളിയിൽ പറഞ്ഞ കാര്യം ചെയ്തു കാണിച്ചാൽ മതി. അതിനുശേഷം അയ്യൂബ് മൗലവിയോട് സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കൂടി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് 10/8/2024 7 മണിക്ക് ജബ്ബാർ മാഷ് വീണ്ടും അയ്യൂബിൻ്റെ വെല്ലുവിളിയും നിസാറിൻ്റെ ഉടായ്പും എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു. അതിനു മുൻപ് നോക്കൂ, 9/6 സമയക്രമം നോക്കണം. 9-ാം തീയതി വൈകിട്ട് 7:36 ജബ്ബാർ മാഷ് സംവാദത്തിൻ്റെ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് പറയുകയും 8 മണിക്ക് നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്ത് തൊട്ടടുത്ത സമയത്ത് തന്നെ 15 മിനിറ്റിനകത്ത് അയ്യൂബ് മൗലവി വിഷയത്തിൽ ആ 2 മിനിറ്റും കുറഞ്ഞ സമയമൊക്കെ ഒഴിവാക്കി പോസ്റ്റ് ചെയ്യുന്നു. അത് പിറ്റേ ദിവസം
വൈകുന്നേരമായപ്പോഴത്തേക്ക് ജബ്ബാർ മാഷ് അതിന് വിശദമായ വീഡിയോ കൊടുക്കുകയും 2 മിനിറ്റോ 5 മിനിറ്റോ 1 മണിക്കൂറോ 2 മണിക്കൂറോ എത്ര മണിക്കൂറാണ് അയ്യൂബിന് വേണ്ടതെങ്കിൽ ജബ്ബാർ മാഷയുടെ ഖുർആൻ ക്ലാസ് അതിൻ്റെ അർത്ഥശൂന്യത നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും അത് മുഴുവൻ തവിട് പൊടിയാക്കാനും അയ്യൂബിന് ആവശ്യമുള്ളത്ര സമയമെടുത്തിട്ട് ബാക്കി എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ജബ്ബാർ മാഷ് വീഡിയോ ചെയ്തു. അതിനുള്ള മറുപടിയായിട്ടാണ് ആ വീഡിയോയിലാണ് ജബ്ബാർ മാഷ് തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ, സംവാദവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളും അതിൻ്റെ ബാക്കി സംഘാടനത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതുന്നത്. ബാക്കി കാര്യങ്ങൾ എന്നെ അറിയിച്ചാൽ മതി എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ നിസാർ വിരിപ്പാക്കിൽ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ എത്തുമ്പോഴത്തേക്ക് കഥയാകെ മാറി. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് 10-ാം തീയതി വൈകുന്നേരത്തോടുകൂടി ജബ്ബാർ മാഷ് 7 മണിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അന്ന് തന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നിസാർ വിരിപ്പാക്കിലിൻ്റെ പോസ്റ്റ് വരികയാണ്. അയ്യൂബിൻ്റെ ആദ്യത്തെ വെല്ലുവിളിയിൽ നിന്ന് പിന്മാറിയോ എന്ന് നമുക്ക് സംശയം ബലപ്പെടുന്ന തരത്തിലാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ആ പോസ്റ്റിൽ സംവാദത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ അയ്യൂബിൻ്റെ വെല്ലുവിളി അത് പൂർണ്ണ അർത്ഥത്തിൽ കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അയ്യൂബിൻ്റെ ഒറിജിനൽ വെല്ലുവിളിക്ക് പകരം വളരെ വിചിത്രമായ ഒരു തരികിട വാദമാണ് സംവാദ വിഷയം എന്ന പേരിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അതിങ്ങനെയാണ്: ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, സംവാദ വിഷയം അറബി ഭാഷാ പരിജ്ഞാനമില്ലാത്തവർക്ക് യഥാരൂപത്തിൽ ഖുർആൻ വിമർശിക്കുവാൻ കഴിയുമോ? സംവാദ വിഷയം എന്ന് പറഞ്ഞാൽ അറബി ഭാഷാ പരിജ്ഞാനമില്ലാത്തവർക്ക് യഥാരൂപത്തിൽ ഖുർആൻ വിമർശിക്കുവാൻ കഴിയുമോ എന്നതാണ് പോലും സംവാദ വിഷയം. ഞാൻ എന്തുകൊണ്ടാണ് ഈ തീയതികളും സമയവും അത് ഏറ്റെടുക്കുന്നതും അപ്പോൾ അവരുടെ ശബ്ദം മാറുന്നതും വാക്കുകൾ ഇല്ലാതാവുന്നതും ആദ്യം 2 മിനിറ്റ് പോയി, പിന്നീട് വന്ന് വിഷയം തന്നെ കൈവിട്ടു പോയി. ജബ്ബാർ മാഷയുടെ ഖുർആൻ ക്ലാസ് തകർത്തു തരാം, അതിൻ്റെ അർത്ഥശൂന്യത നാട്ടുകാരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി തരാം എന്ന വെല്ലുവിളിയിൽ നിന്ന് അയ്യൂബ് മൗലവി പിന്മാറിയോ എന്ന സംശയം ജനിപ്പിക്കുമാറ് സംവാദത്തിന്റെ തുടർ ചർച്ചകൾക്ക് എന്നെ ഉത്തരവാദിത്തപ്പെടുത്തി ജബ്ബാർ മാഷിന്റെ വീഡിയോ വരികയും 2 മിനിറ്റോ കുറഞ്ഞ സമയമോ കൂടിയ സമയമോ ഒരു ദിവസം പൂർണ്ണമായിട്ടോ അയ്യൂബിന് തരാമെന്നും അയ്യൂബ് ആദ്യം പറഞ്ഞ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ് ഒക്കെ തവിട് പൊടിയാക്കാം എന്ന വെല്ലുവിളി, വീരവാദം ആദ്യഘട്ടത്തിൽ 2 മിനിറ്റ് വെച്ച് നമ്മൾ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ 2 മിനിറ്റ് പോയി. അത് കഴിഞ്ഞിട്ട് എത്ര സമയം വേണമെങ്കിലും എടുത്തോ, 2 മിനിറ്റ് എന്നുള്ള നിബന്ധനയൊന്നുമില്ല, ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ് ഒന്ന് പൊളിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ജബ്ബാർ മാഷ് തന്നെ വീഡിയോ ചെയ്തപ്പോൾ അതിന് മറുപടിയായിട്ട് ഇട്ട സംവാദ പോസ്റ്റിൽ വിഷയം തലകുത്തി മറിഞ്ഞുപോയി. അതുവരെ ആരും കാണാത്ത വളരെ വിചിത്രമായ ഒരു സംവാദ വിഷയമാണ് ഇപ്പോൾ ടൈറ്റിലായിട്ട് അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്നെഴുതിയിട്ടാണ് നിസാർ വിരിപ്പാക്കിൽ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതായത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണമെങ്കിൽ ആദ്യം ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടാവണമല്ലോ. സംവാദം വിഷയമായിട്ട് അറബി ഭാഷ പരിജ്ഞാനമില്ലാത്തവർ യഥാർത്ഥ രൂപത്തിൽ അറബി ഭാഷ അറിയാത്തവർ ഖുർആൻ വിമർശിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് പോലും സംവാദ വിഷയം. ഇത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് എന്നല്ലേ? അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്. എവിടെയാന്നല്ലേ? ഇതിനു മുൻപ് ഇതിനേക്കാളും വ്യക്തമായ തരികിട ഒപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ്, ഈ പോസ്റ്റ് ഇടുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് നമ്മുടെ നിസാർ വിരിപ്പാക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ നോക്കുമ്പം ആ പോസ്റ്റ് നിസാർ വിരിപ്പാക്കിൽ എന്ത് ചെയ്തു? ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിൻ്റെ കഷ്ടകാലത്തിന് എല്ലാവിധ ഒത്താശയും ചെയ്തുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിവേര് മാന്തിയിട്ടേ അടങ്ങൂ എന്ന് ഉറപ്പിച്ചിട്ടുള്ള UA കുട്ടികൾ, ആവേശ കമ്മിറ്റിക്കാർ ഇദ്ദേഹം ചെയ്ത പോസ്റ്റ് അതിൻ്റെ ഒരു ഇമേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ടെക്സ്റ്റ് പൂർണ്ണമായും അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നു. അതും എൻ്റെ ശ്രദ്ധയിൽ വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ നിസാർ വിരിപ്പാക്കലിൻ്റെ ഈ പോസ്റ്റ് കാണാതായപ്പോൾ
എന്തുകൊണ്ടായിരിക്കും ഇതിപ്പം എന്തിനാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തത് എന്ന് ആലോചിച്ചിട്ട് എന്നാൽ പിന്നെ UA ചാനലിൽ പോയിട്ട് അതിനെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിന്നൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം എന്ന് കരുതി ഞാൻ അവിടെ പോയി. അപ്പം ഞാൻ കണ്ട കാഴ്ച നിങ്ങളൊന്ന് കാണിക്കുകയാണ്, അതും കൂടി ഒന്ന് കണ്ടോളി. ആദ്യം ഞാൻ UA ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് പോയിട്ട് പരിശോധിക്കുന്നതും അതിലവർ ഈ പോസ്റ്റിൻ്റെ ഒറിജിനൽ പോസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിരുന്നു. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും ആദ്യം ഒന്ന് കാണാം. എന്നാലും നിരാശപ്പെടേണ്ട, ആ പോസ്റ്റിൽ എന്ത് തരികിടയാണ് ഒപ്പിച്ചിരുന്നത് എന്ന് നമുക്കിവിടെ വിശദമായിട്ട് കാണാം. അത് ഒന്നുകൂടി കണ്ടോളൂ. എന്തിനാണ് ഈ പോസ്റ്റ് ആദ്യം ഡിലീറ്റ് ചെയ്തത് എന്ന് വിശദമായിട്ട് പരിശോധിക്കുമ്പോഴാണ് ഇവർ എത്രമാത്രം വലിയ കാപട്യമാണ് കാണിക്കുന്നത്. കാപട്യം കാണിക്കാൻ ഇവർക്ക് ഒരു മടിയുമില്ല. ഇവർ ഇങ്ങനെയൊക്കെ ആളുകളെ കബളിപ്പിക്കുന്നവരാണല്ലോ. സ്വന്തം അണികളെ എങ്ങനെയെങ്കിലും ത്രസിപ്പിക്കാനും കബളിപ്പിക്കാനും അവർക്ക് പാടി നടക്കാൻ എന്തെങ്കിലും കഥയുണ്ടാക്കാനും ഏത് സത്യസന്ധമല്ലാത്ത രീതിയും സ്വീകരിക്കുന്നവരാണിവർ എന്ന് മനസ്സിലായത്. അപ്പം ഞാൻ ആ പോസ്റ്റ് വിശദമായിട്ട് നോക്കിയപ്പോൾ അതിൽ കണ്ടത് സംവാദത്തിൻ്റെ വിഷയം ആദ്യം അവരെഴുതിയിരുന്നത് എങ്ങനെയാണെന്നറിയോ? സംവാദത്തിൻ്റെ വെല്ലുവിളിയും വിഷവും അതിലേക്ക് എത്താനുള്ള കാരണവുമൊക്കെ ആയിട്ട് വിശദീകരിച്ചിട്ട് നമ്മുടെ നിസാർ വിരിപ്പാക്കിൽ അദ്ദേഹം ഡിലീറ്റ് ചെയ്ത ആദ്യത്തെ പോസ്റ്റിൽ എഴുതിയിരുന്നത് യമണ്ടൻ ഒരു കളവാണ്. എനിക്കിത് കണ്ടിട്ട് MM അക്ബർ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തതാണോ എന്ന് പോലും സംശയം തോന്നുന്നു. അവന് നമ്മൾ ആ പോസ്റ്റ് ഒന്നുകൂടി കാണിക്കാം. സംവാദ വിഷയം: അറബി ഭാഷയിൽ പ്രാഥമികമായ ജ്ഞാനം പോലും ഇല്ലാത്ത ജബ്ബാർ മാസ്റ്റർക്ക് താൻ ഇച്ഛിക്കുന്ന രീതിയിൽ ഖുർആൻ വചനങ്ങളെ വ്യാഖ്യാനിക്കുവാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ വിമർശനങ്ങൾ നടത്തുവാനോ അവകാശമില്ല എന്ന ഒരു ചർച്ചയിലെ അയ്യൂബ് മൗലവിയുടെ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം ഈ വിഷയത്തിൽ സംവാദത്തിന് സന്നദ്ധനാണെന്ന് പറയുകയും അതിന് താനും തയ്യാറാണെന്ന് ജബ്ബാർ മാസ്റ്റർ മറുപടി പറയുകയും ചെയ്തത്. അതിനാൽ സംവാദത്തിന്റെ വിഷയം അറബി ഭാഷാ പരിജ്ഞാനമില്ലാത്തവർക്ക് യഥാരൂപത്തിൽ ഖുർആൻ വിമർശിക്കുവാൻ കഴിയുമോ എന്നായിരിക്കണമെന്ന് ഞാനും അയ്യൂബും കരുതുന്നു എന്നാണ് എഴുതിയത്. എത്ര വലിയ കളവും കാപട്യവുമാണ് ഇവിടെ എഴുതി പിടിപ്പിച്ചത് നോക്കൂ. എന്തായിരുന്നു അയ്യൂബിന്റെ വെല്ലുവിളി? അയ്യൂബിന്റെ വെല്ലുവിളി നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കേൾക്കാം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നാൽ ജബ്ബാർ മാഷിന്റെ ഈ ഇത്രയും ഖുർആൻ ക്ലാസ് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരാവുന്ന കേസേ ഉള്ളൂ. അദ്ദേഹം തയ്യാറാണ്, ഞാനും തയ്യാറാണ്. അപ്പൊ ഇതായിരുന്നു അയ്യൂബിന്റെ വെല്ലുവിളി. ഈ വെല്ലുവിളി തന്നെയാണ് നിസാർ വിരിപ്പാക്കിൽ ആദ്യം ഇട്ട പോസ്റ്റിൽ ജബ്ബാർ മാഷ വെല്ലുവിളിച്ചുകൊണ്ട് നിസാർ വിരിപ്പാക്കിൽ എഴുതിയ പോസ്റ്റിലുള്ള സംവാദ വിഷയം അല്ലെങ്കിൽ വെല്ലുവിളി വിഷയം. ജബ്ബാർ മാഷിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നേരിട്ടിരുന്നാൽ സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ 2 മിനിറ്റിൽ തീർക്കാവുന്ന യുക്തിവാദം മാത്രമാണ് ജബ്ബാർ മാഷിനുള്ളൂ എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് കൊണ്ട് ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ് തവിടുപൊടിയാക്കി തരാം എന്നതായിരുന്നു വെല്ലുവിളി. അത് ഏറ്റെടുത്തപ്പോൾ അതിൽ നിന്ന് അയ്യൂബ് അരമണിക്കൂർ കൊണ്ട് അയ്യൂബ് മലക്കം പറഞ്ഞു. അതിൽ നിന്ന് 2 മിനിറ്റ് കാൺമാണ്ടായി. അപ്പൊ ആ 2 മിനിറ്റ് പിടിച്ചു തൂങ്ങണ്ട, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സമയം തരാം എന്ന് പറഞ്ഞ് ജബ്ബാർ മാഷ് ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ മറുപടിയായിട്ട് ആദ്യമിട്ട പോസ്റ്റിലുള്ള തരികിടയാണ് നമ്മൾ ആദ്യം ഈ കണ്ടത്. എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റിൽ സംവാദ വിഷയം എഴുതുന്നിടത്ത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അദ്ദേഹം ഡിലീറ്റ് ചെയ്ത പഴയ പോസ്റ്റ് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് എന്നർത്ഥം. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സംവാദത്തിന്റെ വിഷയം ആകെ മാറിപ്പോയി. അറബി ഭാഷ പരിജ്ഞാനമില്ലാത്തവർക്ക് യഥാരൂപത്തിൽ ഖുർആൻ വിമർശിക്കാൻ കഴിയുമോ എന്നതായിരിക്കണം സംവാദ വിഷയം എന്നവർ ഇപ്പോൾ പറയും.
അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് അയ്യൂബ് മൗലവി ആദ്യ വെല്ലുവിളിയിൽ നിന്ന് പിന്മാറിയോ എന്ന സംശയം ബലപ്പെടുന്നു എന്ന് ഞാൻ പറയാൻ കാരണം. എന്ന് പറഞ്ഞാൽ അയ്യൂബ് സംവാദത്തിൽ നിന്ന് പിന്മാറി എന്ന് ഞാൻ ആക്ഷേപം ഉന്നയിക്കുകയല്ല. അയ്യൂബ് അമിതാവേശത്തിൽ പറഞ്ഞ ജബ്ബാർ മാഷിന്റെ ഖുർആൻ പരിഭാഷയും ഖുർആൻ ക്ലാസ്സും ഒക്കെ 2-3 മിനിറ്റ് കൊണ്ട് ജബ്ബാർ മാഷിന്റെ വാദങ്ങളൊക്കെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയും, അതിൻ്റെ കഥ കഴിക്കാൻ കഴിയും എന്ന അമിതമായ ആവേശത്തിൽ തള്ളി വന്നതിനെ ആദ്യം 2 മിനിറ്റ് കളഞ്ഞു, പിന്നെ ആ വിഷയം തന്നെ കളഞ്ഞു. ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ്സിനുള്ള വിമർശനമോ അത് പരിശോധിക്കലോ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തലോ അതിനുവേണ്ടി ഉയർത്തിയ വെല്ലുവിളിയോ ഒന്നും ഇപ്പം കാണാനില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. എന്തായാലും സംവാദത്തിനുള്ള വെല്ലുവിളി അയ്യൂബ് ഉയർത്തിയ വെല്ലുവിളി ജബ്ബാർ മാഷ് ഏറ്റെടുത്തിട്ടുണ്ട്. ആ വെല്ലുവിളിക്ക് അത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാനുള്ള തീയതി നമ്മൾ കുറിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 18-ാം തീയതി ഒഴികെ, സെപ്റ്റംബർ മാസം 18 ഒഴികെ മറ്റൊരു അവധി ദിവസം സെപ്റ്റംബറിലേത് തീരുമാനിക്കാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സെപ്റ്റംബർ 8 ഞായറാഴ്ച മലപ്പുറത്ത് വെച്ച് സംവാദം നടത്താൻ സന്നദ്ധമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുമായിട്ടുള്ള തുടർ ചർച്ചകൾ, സംവാദത്തിൻ്റെ ബാക്കി കാര്യങ്ങളും വ്യവസ്ഥകളും മറ്റും അയ്യൂബിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ജബ്ബാർ മാഷ് വരുമ്പോൾ ആ അയ്യൂബ് വെല്ലുവിളിച്ച വെല്ലുവിളി അത് തെളിയിക്കാനും അതിന് മറുപടി പറയാനും ജബ്ബാർ മാഷും, അങ്ങനെ ആ സംവാദം 8-ാം തീയതി നടക്കുന്നതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ഇരു പക്ഷത്തു നിന്നും 2 പേർ ചേർന്ന് 2 പേർ വീതമുള്ള ഒരു മീറ്റിംഗ് ഈ വരുന്ന 17-ാം തീയതി ശനിയാഴ്ച കോഴിക്കോട് നടത്താൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ എറണാകുളത്ത് നിന്ന് കോഴിക്കോട് യാത്ര ചെയ്യണം, കുഴപ്പമില്ല. അപ്പോൾ ആ യാത്ര ആ ദിവസത്തിൽ എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരുപാട് നീണ്ടുപോകാതെയും ഒരുപാട് ഷോർട്ടാവാതെയുമുള്ള ഒരു ദിവസം അവരറിയിക്കണം. അതറിയിച്ചാലും നമുക്കതുമായി ബന്ധപ്പെട്ട് സംവാദത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് സംവാദം 8-ാം തീയതി സെപ്റ്റംബറിൽ നടത്താം എന്ന തീരുമാനം അവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ ഏറ്റെടുക്കുമോ? അയ്യൂബ് മൗലവി തൻ്റെ ആദ്യ വെല്ലുവിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് സംവാദത്തിന് വരുമോ, തയ്യാറാകുമോ, അതോ മറ്റൊരു വിഷയം വേണം എന്ന് വാശി പിടിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. മറ്റൊരു വിഷയം വേണം, അല്ലെങ്കിൽ ഇവരിപ്പോൾ ഉദ്ധരിച്ച ആ ഒരു സബ്ജക്റ്റിൽ മാത്രമേ വരൂ എന്ന് പറഞ്ഞാൽ അയ്യൂബ് മൗലവി തൻ്റെ ആദ്യ വെല്ലുവിളിയോടുള്ള സമീപനം എന്താണ് എന്ന് തുറന്നു പറയണം. അയ്യൂബ് മൗലവി ആ വെല്ലുവിളിയിൽ നിന്ന് പിന്മാറിയോ? പുതിയൊരു സബ്ജക്റ്റിൽ, അറബി അറിയാത്തവർക്ക് വിമർശിക്കാൻ പാടുണ്ടോ എന്ന സബ്ജക്റ്റിൽ മാത്രമാണ് സംവാദത്തിന് തയ്യാറ്. ഞാൻ ആദ്യം പറഞ്ഞ വെല്ലുവിളി തെളിയിക്കാൻ എനിക്കിപ്പോൾ തൽക്കാലം കഴിയില്ല, അതിന് വേറെ എന്തെങ്കിലും തടസ്സമുണ്ട് എന്നെന്തെങ്കിലും വാദമുണ്ടോ? അതൊക്കെ അയ്യൂബ് മൗലവിയും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കുന്ന നിസാർ വിരിപ്പാക്കലുമാണ് പറയേണ്ടത്. എന്തായാലും നമ്മൾ പറഞ്ഞതിന് പ്രകാരം അയ്യൂബ് ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസിൻ്റെ അർത്ഥശൂന്യത, അതിൻ്റെ അബദ്ധം നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന ഒരു ചടങ്ങിനു വേണ്ടി, ആ ഒരു ശുഭമുഹൂർത്തത്തിനു വേണ്ടി, അതുപോലെ തന്നെ അയ്യൂബ് മൗലവി ഇസ്ലാം തിരിച്ചാശ്ലേഷിച്ചപ്പോൾ ഒരു 10 പതിറ്റാണ്ടിലധികം കാലം ഖുർആൻ വിമർശനവും ഇസ്ലാം വിമർശനവുമായി നടന്ന അയ്യൂബ് മൗലവി പെട്ടെന്നെന്തോ ഒരു പുതിയ അറിവ്, ഒരു പുതിയ വെളിച്ചം, ഒരു പുതിയ ജ്ഞാനം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതിലെ പെശകുകളൊക്കെ മനസ്സിലാക്കി ചില ശരികൾ പുതുതായിട്ട് കണ്ടെത്തി അദ്ദേഹം ഇസ്ലാമിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ കേട്ട്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് അത് ശരിയാണല്ലോ എന്നാലോചിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു കടക്കേണ്ടി വന്ന മനുഷ്യരോട് അദ്ദേഹത്തിന് മതപരമായ ബാധ്യതയുണ്ട്, സാമാന്യമായ ഒരു ധാർമ്മിക ബാധ്യതയുണ്ട്. ഞാൻ വിമർശിച്ചുകൊണ്ടിരുന്ന ഈ ഇസ്ലാമിനെ ഇപ്പോൾ ഞാൻ ആശ്ലേഷിക്കാൻ കാരണമായ, എനിക്കിപ്പോൾ പുതുതായിട്ട് പകർന്നു കിട്ടിയ, അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തിയ, അല്ലെങ്കിൽ എനിക്ക് ഉസ്താദുമാർ പറഞ്ഞു തന്ന അറിവുകൾ, എൻ്റെ ആദ്യത്തെ വിമർശനങ്ങൾ ഇതായിരുന്നു, അതിന് ഇപ്പോൾ ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഉത്തരം ഇതാണ് എന്ന് വിശദീകരിക്കാനുള്ള ധാർമ്മികമായ ബാധ്യത സത്യസന്ധനായ ഒരു മനുഷ്യനാണ് അയ്യൂബ് മൗലവി എങ്കിൽ അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് പ്രബോധന രംഗത്തും അതുപോലെ തന്നെ ഇത്തരം സംവാദ രംഗത്തും പ്രസംഗ രംഗത്തൊക്കെ കളം നിറയാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യേണ്ട ബാധ്യത തനിക്കിപ്പോൾ കിട്ടിയ പുതിയ അറിവുകൾ ഈ സമൂഹത്തോട് വിളിച്ചു പറയുകയാണ്. അത് ഒരേ സമയം ഇസ്ലാം വിട്ട് പുറത്തു പോകുന്നവർക്ക് തിരിച്ച് ചിലപ്പോൾ അയ്യൂബ് മൗലവിയെ പോലെ ഹിദായത്ത് കിട്ടാൻ കാരണമായേക്കാം. ഇസ്ലാമിനകത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെയൊക്കെയാണോ, എന്നാൽ പിന്നെ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് ഇനി ഒന്നും സംശയിക്കണ്ട എന്ന് ഈമാൻ ഉറപ്പിക്കാൻ അത് സഹായകരമായേക്കാം. മറ്റിതര മതസ്ഥർക്ക് ഞങ്ങൾ ഇനിയിപ്പോൾ എന്തിനാ ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ ആയിട്ട് നടക്കുന്നത്, അയ്യൂബ് മൗലവി പറഞ്ഞത് കേട്ടില്ലേ, അയ്യൂബ് മൗലവിക്ക് കിട്ടിയ ജ്ഞാനം
നമുക്കും കിട്ടിയാൽ നമുക്കൊക്കെ പൊയ്ക്കൂടെ സ്വർഗത്തിൽ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇതര മതസ്ഥരും അയ്യൂബിൻ്റെ വഴിയെ ഇസ്ലാം സ്വീകരിച്ചേക്കാം. അതുകൊണ്ട് ഏത് നിലക്ക് നോക്കിയാലും അയ്യൂബ് മൗലവി ആദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം അതാണ്. അതിനിടയിലാണ് ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ് ഒക്കെ തരികിടയാണ്, അതൊക്കെ നമുക്ക് അറിയാം, അതൊക്കെ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തീരുമാനമാക്കാം എന്ന് പറഞ്ഞ് വെല്ലുവിളിയായിട്ട് വന്നത്. അപ്പം എന്നാൽ പിന്നെ അത് ഏറ്റെടുത്തു. ആദ്യം നമ്മളിത് വെല്ലുവിളിച്ചിരുന്നു, അപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല. ഈ പറയുന്ന നിസാർ വിരിപ്പാക്കലൊന്നും മൈൻഡ് ചെയ്തില്ല. അവസാനം ജബ്ബാർ മാഷിനെ ഇങ്ങോട്ട് വെല്ലുവിളിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി ജബ്ബാർ മാഷ് വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ ഇപ്പോൾ വിഷയം മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാട്ടുകാർ അറിയേണ്ടതുണ്ട്. അതിൻ്റെ നാൾ വഴികൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളോട് നടത്തുന്ന ഓരോ സംഭാഷണവും ഇനിയിപ്പം സംവാദത്തിൻ്റെ തുടർ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ അതും ഇരു കക്ഷികൾക്കും റെക്കോർഡ് ചെയ്യുകയോ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു സൗകര്യത്തോടു കൂടി അനുവാദത്തോടു കൂടി മാത്രമാണ് നടക്കുക. അതുകൊണ്ട് എല്ലാം സുതാര്യമായിരിക്കും. പറഞ്ഞ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയും വെല്ലുവിളികൾ ഉറച്ചു നിൽക്കുകയും സത്യസന്ധതയും ആത്മാർത്ഥതയും അയ്യൂബിനുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ വെല്ലുവിളിയിൽ ഉറച്ചു നിന്നുകൊണ്ട് സംവാദത്തിന് വരാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അതിന് ഏതെങ്കിലും കാരണവശാൽ അയ്യൂബ് മൗലവിക്ക് കഴിയില്ലെങ്കിൽ അത് പൊതുസമൂഹത്തോട് തുറന്നു പറയുക. ഇപ്പോൾ നിങ്ങൾ വിളിച്ച ഒരു വെല്ലുവിളി ആ ഒരു ടോപ്പിക്കിലാണ്, നിങ്ങൾക്ക് അതിൽ മാത്രമേ നിങ്ങൾ വരൂ എന്ന് നിങ്ങൾ വാശി പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ വിശദീകരിക്കുക. നമുക്കതൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം ഔദ്യോഗികമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയും അതേപോലെ തന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴിയും ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകൾ അതിൽ കാണുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ പോസ്റ്റുകൾ, അതിൻ്റെ ലിങ്കുകൾ, സമയക്രമം എല്ലാം അതിൻ്റെ നാൾ വഴികൾ കൃത്യമായിട്ട് ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിലും യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും കൃത്യമായി അത് ക്രമാനുഗതമായി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നാൾ വഴികൾ ആർക്കും ഒരു സംശയവും ഒരു പരിശോധിക്കാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ എല്ലാം കൃത്യമായിട്ട് തന്നെ എന്നെക്കൊണ്ടാവും വിധം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ടും ഈ സംവാദം നടക്കുന്നത് വരെ, ആ സംവാദം സംഭവിക്കുന്നത് വരെയുള്ള ഓരോ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടും അതിൽ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി പ്രയത്നിച്ചുകൊണ്ടും ഞാൻ കൂടെ ഉണ്ടാകും. ജബ്ബാർ മാഷ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ സംവാദം നടത്താനുള്ള പരിശ്രമവുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അയ്യൂബും കൂട്ടരും സത്യസന്ധത പുലർത്തുക, പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിൽക്കുക, അന്തസ്സായി സംവാദത്തിന് വരിക, പിന്മാറിപ്പോവുകയാണെങ്കിൽ അന്തസ്സോടെ പിന്മാറിപ്പോവുക, കുതന്ത്രങ്ങൾ പയറ്റാതിരിക്കുക. നിങ്ങൾ ഇറക്കാൻ ശ്രമിക്കുന്ന ഓരോ കുതന്ത്രങ്ങളും കൃത്യമായി പൊളിച്ച് പൊതുജനങ്ങളുടെ മുന്നിൽ നിരത്തിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് കുതന്ത്രങ്ങളും ഉഡായിപ്പുകളും ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ സംവാദത്തെയോ എന്നെയോ സമീപിക്കാതിരിക്കുക. സംവാദത്തെ മാന്യമായും അന്തസ്സായും സമീപിക്കുക, സത്യസന്ധമായിട്ട് സമീപിക്കുക. ആളുകളോട്, ഇത് കേൾക്കുന്ന ആളുകളോട് തുറന്നു പറയുക. ഒരു കാരണവശാലും ഒരു ഉഡായിപ്പിലും വീഴാനുള്ള സാധ്യതയില്ല. അത് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഒരു ശ്രദ്ധ, ഉഡായിപ്പ് മാത്രം എനിക്കിഷ്ടമല്ല, അത് ഞാൻ സമ്മതിക്കൂല. ഞാൻ ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇടപെടുന്ന കാലത്തോളം ഉഡായിപ്പുകൾക്ക് എന്നെക്കൊണ്ട് പറ്റും വിധം തടയിടാൻ ഞാൻ ശ്രമിക്കുമെന്നും നിങ്ങൾക്കും നിസാർ വിരിപ്പാക്കൽ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്ന സംഘാടകർക്ക് ഇതിനു മുൻപ് തന്നെ ജബ്ബാർ MM അക്ബർ സംവാദ കാലഘട്ടത്തിൽ തന്നെ അറിവുള്ളതാണല്ലോ. നമ്മുടെ മനോജ് വൈറ്റ് ജോണിനെ ഒന്നും ഈ വിഷയത്തിൽ കണ്ടില്ല. എന്തായാലും അതൊക്കെ വേറെ സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ അയ്യൂബ് മൗലവി അദ്ദേഹത്തിൻ്റെ ആദ്യ വെല്ലുവിളി അത് അദ്ദേഹത്തിന് ഏറ്റെടുക്കാനും അത് പൂർത്തീകരിക്കാനും ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ് അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനം നടത്താനും അയ്യൂബ് മൗലവിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഹിദായത്തിൻ്റെ പുതിയ വാതായനങ്ങളും പുതിയ അറിവിൻ്റെ മേഖലകളും ഒക്കെ നമുക്ക് കൂടി പകർന്നു തരാനുള്ള ആരോഗ്യത്തോടു കൂടി അദ്ദേഹം സംവാദവേദിയിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സംവാദത്തിന് തയ്യാറായി വന്ന ജബ്ബാർ മാഷ്ക്കും അയ്യൂബ് മൗലവിക്കും ഒരിക്കൽ കൂടി ആശംസ നേർന്നുകൊണ്ട് സംവാദം നടക്കുന്ന ദിവസത്തേക്ക് നമ്മൾ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. എല്ലാവർക്കും, എൻ്റെ തൊണ്ട കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിങ്ങളുടെ കമൻറ്റ് ബോക്സുകൾ, കമൻറ്റിൽ ഒരുപാട് പേര്
പല തരത്തിലായിട്ട് കമൻറ്റുകൾ എഴുതിയിട്ടുണ്ട്. അതിനോട് പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല. ചുമ വരുന്നു, തൊണ്ടയിൽ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം ഇവിടെ കൂടി പറയേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നിങ്ങളോട് കൂടി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളിൽ വിശ്വാസികളും സത്യസന്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക. അവരോട് വെല്ലുവിളിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ജബ്ബാർ മാഷ് രംഗത്ത് വരുമ്പോൾ എന്തുകൊണ്ടാണ് വിഷയം മാറ്റുന്നത് എന്ന് അവരോട് ചോദിക്കുക. വെല്ലുവിളിച്ച വിഷയത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അത് പിന്മാറുകയാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് പിന്മാറാൻ അവരോട് ആവശ്യപ്പെടുക. അപ്പോൾ അത്രയുമാണ്. അതിനിടയിലുള്ള ചില കാര്യങ്ങളുണ്ട്, അത് പിന്നെ ആവശ്യമെങ്കിൽ പിന്നീട് പറയാം. അത് സംവാദത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് നമുക്ക് ഏതറ്റം വരെയും പോകാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കട്ട സപ്പോർട്ടോടുകൂടി കൂടെ ഉണ്ടാവണം എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. നമുക്ക് നാളെ മറ്റൊരു വിഷയവുമായിട്ട് കാണാം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മേശക്ക് ചുറ്റും ഇരുന്നാൽ ജബ്ബാർ മാഷിന്റെ ഈ ഇത്രയും ഖുർആൻ ക്ലാസ് ഒരു 2 മിനിറ്റ് കൊണ്ട് തീരാവുന്ന കേസേ ഉള്ളൂ. അദ്ദേഹം തയ്യാറാണ്, ഞാനും തയ്യാറാണ്.